ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കറൻ്റ്ലി ഇപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഹൗ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതരം തോന്നലുകളാണ് അല്ലേ? പലതരം ഇമോഷൻസ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ചിലർക്ക് ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇന്നത്തെ ദിവസം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു എന്ന് ഫീൽ ചെയ്യാം അല്ലേ? ആൻഡ് ഫീലിംഗ് സോ ഹാപ്പി, അങ്ങനത്തെ ഒരു ഫീലിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ, നത്തിങ് ഇസ് ദെയർ, ഒന്നുമില്ല മൈൻഡിൽ. അങ്ങനത്തെ ആളുകളുണ്ടാവും. ചിലവരാണെങ്കിലോ എല്ലാം കൂളായിട്ട് എടുക്കുന്ന ആളുകളായിരിക്കാം. സോ വാട്ട് ഈസ് ഇമോഷൻസ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി ഇമോഷൻസ് ഡിഫറെൻ്റ്ലി. ഓരോ ഇമോഷനും എങ്ങനെ തിരിച്ചറിയാം? ചില സമയത്ത് നമുക്ക് ദേഷ്യം വരില്ലേ? ഹൗ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ കറക്റ്റ്ലി. അണ്ടർസ്റ്റാൻഡിങ് യുവർ ഇമോഷൻസ് ബേസിക്കലി ലേണിംഗ് വാട്ട് യുവർ മൈൻഡ് ഇസ് ട്രൈങ് ടു ടെൽ യു ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റിയാക്ടിങ് ടു ഫീലിങ്സ്. നമ്മളൊരു ഇമോഷനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഫീലിങ്സിനോട് റിയാക്ട് ചെയ്യാണ്ട് എന്താണ് റിയലി നമ്മുടെ മൈൻഡ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മോസ്റ്റ് പീപ്പിൾ സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്. നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ശരിയാവാണ്ട് പോകുന്നതല്ലേ. സോ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഇമോഷൻസ് വി ആർ ഗോയിങ് ത്രൂ. വാട്ട് ദ ഇമോഷൻ, കറണ്ട് ഇമോഷൻ എന്താണ്, കറണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആദ്യം വേണ്ടത്. സോ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ. എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? നെയിം ദി ഇമോഷൻ. ബി സ്പെസിഫിക്. ഫസ്റ്റ് നമുക്കിപ്പോൾ എന്താ കറണ്ട് ഫീലിംഗ് എന്നുള്ളതിനെ നെയിം ചെയ്യാം. Don't just say like I feel bad. That tells your brain like we are not doing anything, we are not comprehending our emotion correctly. So if you feel bad, you have to address it. Am I sad? ഞാൻ സാഡ് ആണോ? ആം ഐ ആംഗ്രി? ഞാൻ ദേഷ്യപ്പെട്ടാണോ ഇരിക്കുന്നത്? ആം ഐ വറീഡ് ആണോ? ഫീൽ ബാഡ് എന്ന് പറഞ്ഞ ഒരു കോമൺ ഇതാണ്. എനിക്കൊരു സുഖം തോന്നുന്നില്ല. ശരിക്കും ഞാൻ സാഡ് ആണോ, അതോ ദേഷ്യപ്പെട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വറീഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ ജലസ് ആണോ, അല്ലെങ്കിൽ ഞാൻ ലോൺലി ഫീൽ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ഞാൻ എംബ്രാസ്ഡ് ആണോ? വെൻ യു നെയിം ദ ഇമോഷൻ, യുവർ ബ്രെയിൻ കാംസ് ഡൗൺ ബിക്കോസ് ദ കൺഫ്യൂഷൻ ഡിക്രീസസ്. നമ്മുടെ ബ്രെയിനിന് തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഇമോഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് കാം ഡൗൺ ആവാനുള്ള ഒരു മെത്തേഡ് ബ്രെയിൻ തന്നെ കണ്ടുപിടിച്ചോളും. ഓക്കെ. സോ ചില സമയത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള ഒരു ഇമോഷൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് വി നെവർ നോ വാട്ട് വാട്ട് ഓൾ തിങ്സ് വി ആർ ഗോയിങ് ത്രൂ. എന്തപ്പോൾ തോന്നുന്നതെന്ന് പറയാൻ പറ്റുമോ എന്ന് ഓക്കെ. ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക്ലി പറയും, ഓ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. സോ വാട്ട് ഈസ് എ കണ്ടീഷൻ ബിഹൈൻഡ് യു ആർ നോട്ട് ഫീലിംഗ് ഗുഡ്? അത് നമ്മൾ ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ആ ദേഷ്യമല്ല റിയൽ വികാരം. ചിലപ്പോൾ വറി ആയിരിക്കാം, ചിലപ്പോൾ ലോൺലിനെസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തിൻ്റെയോ നിരാശയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട നിമിഷങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ സംതിങ് ഗിൽറ്റി ആയിരിക്കാം, ചിലപ്പോൾ ആർക്കും ഫോർഗിവ്നെസ് കൊടുക്കാത്തതായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഫൈൻഡ് ദ ഇമോഷൻ വാട്ട് യു ആർ ഗോയിങ് ത്രൂ എന്നുള്ളത്. ആ ഒരു ഇമോഷനെ നെയിം ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു. ദെൻ വാട്ട് ട്രിഗേർഡ് ദിസ്? എന്താണ് ഇതിനെ ട്രിഗർ ചെയ്തത്? ഈ ഒരു ഇമോഷൻ എന്താണ് നിങ്ങൾ ട്രിഗർ ചെയ്തത്? എവറി ഇമോഷൻ ഹാസ് എ കോസ്. സംടൈം ഇറ്റ്സ് സ്മോൾ. തിങ്ക് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്. ഈ ദേഷ്യം വരാൻ ഇപ്പം എന്താ കാരണം ഉണ്ടായേ? അല്ലെങ്കിൽ ഇപ്പോൾ കരയാൻ എന്ത് കാരണം ഉണ്ടായത്? വാട്ട് വാസ് ഐ തിങ്കിങ് ബിഫോർ ദിസ് ഫീലിംഗ് സ്റ്റാർട്ടഡ്? ഡിഡ് സംവൺ സേ സംതിങ്? ആം ഐ ടയർഡ് ഓർ സ്ട്രെസ്ഡ്? ഇമോഷൻസ് ആർ റിയാക്ഷൻസ്, ദേ ആർ നോട്ട് റാൻഡം ഇവൻറ്റ്സ്. പെട്ടെന്നുണ്ടാവുന്ന ഇവൻറ്റ്സ് എന്നല്ല. ദിസ് ഇസ് ജസ്റ്റ് റിയാക്ഷൻസ്. നോട്ടീസ് വേ യു ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി. ചില സമയത്ത് നമുക്ക് തലവേദനയായിട്ട് വരാം. ഇമോഷൻ ഷോ അപ്പ് ഫിസിക്കലി. മിക്കപ്പോഴും അല്ലേ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷോൾഡേഴ്സൊക്കെ ടൈറ്റ് ആവും. ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്താ, മുഖം ഇങ്ങനെ ചുമന്ന് തുടുക്കും അല്ലേ. സാഡ്നെസ് ഉണ്ടാകുമ്പോൾ ചെസ്റ്റ് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്. സോ യുവർ ബോഡി ഓഫൻ അണ്ടർസ്റ്റാൻഡ്സ് എ ഫീലിംഗ് ബിഫോർ യുവർ മൈൻഡ് ഡസ്. നമ്മുടെ മനസ്സ് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന്. ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളൊരു ചായക്കടയുടെ മുന്നിൽ കൂടെ പോകാമെന്ന് വെച്ചോ.
നല്ലൊരു മുളക് ബജി വറുക്കുന്ന അല്ലെങ്കിൽ പരിപ്പോടെ വറുക്കുന്ന മണം കേട്ടു. സോ വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് വായിലറിയാണ്ട് വെള്ളം വരും. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ബ്ലെസ്ഡ് ഫീലിംഗ് ആണെങ്കിലും സാഡ് ഫീലിംഗ് ആണെങ്കിലും ടെൻഷൻ ഫീലിംഗ് ആണെങ്കിലും ഇറ്റ് ഷോസ് അപ്പ്. അത് മൈൻഡിൽ കാണിക്കുന്നേ. അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം പിടികിട്ടിയില്ലേ? മൂന്നാമത്തെ ഒരു പോയിന്റ് പിടികിട്ടി. നെയിം ചെയ്തു. എന്താണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ റൈറ്റ് ഇറ്റ് ഔട്ട്. ഫാസ്റ്റസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. ജസ്റ്റ് സിമ്പിൾ ഫോമാറ്റ്. ഐ ഫീൽ ദിസ് ബിക്കോസ് വാട്ട് ഐ നീഡ് റൈറ്റ് നൗ ഇസ്. ലൈക്ക് ഒരു ഡയറി ഒന്നും കാര്യമായിട്ട് വേണ്ട. ഒരു പേപ്പറിൽ എഴുതിയിടാം. എനിക്കിപ്പോൾ വിഷമം തോന്നുന്നുണ്ട് അല്ലേ? എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാ? ഞാൻ ചെയ്തൊന്നും ശരിയാവണില്ല. ബിക്കോസ് വി ഗോട്ട് ദ റീസൺ. ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവണില്ല. വാട്ട് ഐ നീഡ് റൈറ്റ് നൗ. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്തൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സോ ഐ ഗോട്ട് ദ സൊല്യൂഷൻ ഓൾസോ. നമുക്ക് അതിൻ്റെ സൊല്യൂഷനും കിട്ടി. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ സൊല്യൂഷനും കിട്ടി. സോ ഓരോ ഇമോഷൻ വരുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. എന്തുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങളെപ്പോലെ മറ്റൊരാളും ഇതേ സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുക. ആരും സൂപ്പർമാനോ സൂപ്പർ വുമണോ ഒന്നല്ല. എവ്രി വൺ ഹാസ് ദെയർ ഓൺ വേ ടു റിയാക്ട് ടു ഈച്ച് ആൻഡ് എവറി ഇമോഷൻ. സോ ഡോണ്ട് ജഡ്ജ് ഇറ്റ്. ഓക്കെ, ഞാൻ മാത്രം എന്താ അങ്ങനെ പ്രതികരിക്കുന്നത്, ഞാൻ എന്തിനാ അങ്ങനെ കരയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ അങ്ങനെ മറ്റുള്ളവരോട് വിളിച്ചെല്ലാം പറയുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഡോണ്ട് ജഡ്ജ് ഇറ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ദെൻ സെപ്പറേറ്റ് ഫീലിങ്സ് ഫ്രം ആക്ഷൻ. നമ്മൾ നമ്മൾ ഫീലിംഗ് ആംഗ്രി ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ഹേർട്ട് ഉണ്ടാക്കുമല്ലേ. അത് വേണ്ട. നമ്മളെ ഇമോഷനും ആക്ഷനായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഇമോഷൻ എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എ ഇൻഫർമേഷൻ, ദിസ് ഇസ് ദ വേ ദിസ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത്. ആക്ഷൻ ഇസ് യുവർ ചോയ്സ്. ഫീലിംഗ് സാഡ്, ചില കാര്യങ്ങൾ ചെയ്തിട്ട് ശരിയാവണില്ല. സോ വാട്ട് വിൽ ഡു? വിൽ ഗിവ് അപ്പ് അല്ലേ? യൂഷ്വലി വി ഗിവ് അപ്പ്. നമുക്ക് പറ്റുന്നില്ല, ഓക്കെ, അത് വേണ്ട. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ. ആക്ഷൻ ഗിവ് അപ്പ് ആക്കണ്ട. നമുക്ക് ആ ഒരു ട്രയൽ കൊണ്ട് നമ്മളുടെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് ആണെങ്കിൽ ഡോണ്ട് ഫീൽ സാഡ്. എന്നെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കുകളൊക്കെ പണിയും. ഓക്കെ, ദാറ്റ് സ്മോൾ ഗ്യാപ്പ് ഗിവ്സ് യു കൺട്രോൾ. നമ്മൾ ആ ഇമോഷനും ആ ഒരു ആക്ഷനും ഒന്ന് ഗ്യാപ്പ് ഇട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ആ ഒരു ഉം, ചെറിയൊരു കൺട്രോൾ കിട്ടും ഇമോഷൻ പ്രകടിപ്പിക്കുന്നതിന്. ചെക്ക് ദ ഹിഡൻ നീഡ്. നമ്മൾക്ക് എന്താണ് ആവശ്യം? നമ്മൾ ലോൺലി ഫീൽ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് അവർ നീഡ്? നമുക്കൊരു കൂൾ പേഴ്സൻ്റെ കണക്ഷൻ വേണം അല്ലേ? വെൻ യു ഫീൽ ലോൺലി യു നീഡ് സം വൺ ടു കണക്ട് വിത്ത് യു. സോ യു ഗോട്ട് ദ ഇമോഷൻ ആൻഡ് യു ഗോട്ട് ദ ആക്ഷൻ വാട്ട് ടു ഡു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരുന്നതാണെങ്കിൽ വാട്ട് യു നീഡ് ആക്ച്വലി. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. സോ വാട്ട് യു നീഡ് ആക്ച്വലി? റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഫെയർനെസ്. നിങ്ങളോട് ആരോ ഒരു ഫെയർ ആയിട്ട് പെരുമാറിയില്ല. സോ യു നീഡ് റെസ്പെക്റ്റ് ഓർ ഫെയർനെസ്. സ്ട്രെസ്സ് വരുന്നുണ്ട്. യു നീഡ് ക്ലാരിറ്റി ഓർ റെസ്റ്റ്. കുറച്ച് റെസ്റ്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു പോസിബിൾ ആയിട്ടുള്ള നീഡ്. കുറച്ച് ജലസി തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ യു നീഡ് മോർ സെക്യൂർ, അല്ലെങ്കിൽ ഒരു യു നീഡ് മോർ കോൺഫിഡൻസ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. യു ഫീൽ സാഡ്നെസ്, വിഷമം തോന്നുന്നുണ്ട്. സോ വാട്ട് യു നീഡ് കംഫർട്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ്. യു നീഡ് സം വൺ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കറണ്ട് സിറ്റുവേഷൻ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ഒരാൾ വേണം. വെൻ യു ഫൈൻഡ് ദ നീഡ് ഇമോഷൻ മേക്ക് സെൻസ് അല്ലേ? നമ്മൾക്ക് ആവശ്യങ്ങൾ മനസ്സിലായി, നീഡ് മനസ്സിലായി കഴിഞ്ഞാൽ സോ യുവർ ഇമോഷൻ മേക്ക് സം sense. Don't tense it. Okay, so what is a real talk? People who understand emotion aren't calmer because life easier ഒന്നല്ല. അവർ ഇമോഷൻസ് മനസ്സിലാക്കി എന്ന് വെച്ചിട്ട് അവർ ലൈഫ് ഈസിയർ ഒന്നും അല്ല. ബട്ട് ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊരു ടിപ്പല്ലേ? ദേ ആർ കാമർ ബിക്കോസ് ദേ ലിസൺ ടു വാട്ട് ദേ ഫീൽ ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ഓഫ് ഇറ്റ്. അവർ ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? അവർ ബ്ലെസ്ഡ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്കെല്ലാം ഉള്ളത് കൊണ്ടാണോ? അല്ല. ദേ ആർ നോട്ട് ജസ്റ്റ് ഫൈറ്റിംഗ് ഓൺ ഇറ്റ്, ദേ ആർ ജസ്റ്റ് ഫൈൻഡിങ് കാമർ. ഉള്ളിൽ കുറച്ചും കൂടി കാമറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ ആക്ടിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. ഉള്ളിൽ ആ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് നിരന്തരം റിയാക്ട് ചെയ്യാണ്ട് ഫൈറ്റ് ചെയ്യാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കാമായിട്ട് മൈൻഡിനെ കൊണ്ടുപോകാം, എങ്ങനെ ഞാൻ കാമായിരിക്കാം
എൻ്റെ ചുറ്റുമുള്ളവരെ എങ്ങനെ കാമാക്കി വയ്ക്കാം എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്. സോ വെൻ യു ഗോട്ട് സം ഇമോഷൻസ് ആൻഡ് യു കാൻ കൺട്രോൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇമോഷനും ആക്ഷനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ലൈക്ക് വാട്ട് സോൾവ് ദ പ്രോബ്ലം. ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, ഹൗ ടു സോൾവ് ദ പ്രോബ്ലം എന്നുള്ളത്. സോ ഏത് സിറ്റുവേഷൻ ആയാലും stay calm, stay positive, stay safe. Thank you.